കുർബാനയ്ക്ക് മുമ്പ് കുറേ പേര് നന്നായിട്ടൊക്കെ ഒരുങ്ങുന്നത് ഞാൻ ഇപ്പോഴും മാത്രമല്ല എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്ന് കുറച്ചിരിക്കുമ്പോൾ പിന്നാമ്പുറത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പ്രയർ, നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ കേന്ദ്ര കാര്യം എന്താണെന്നറിയാം? ഒരു കേന്ദ്ര കാര്യം, നടുക്കത്തെ അതിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം യേശു എന്ന പേരാണ്. യേശു എന്ന പേര്, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ, അതാണ്. അങ്ങനെയെങ്കിൽ എത്ര കാലമായി കൊന്തയെല്ലാം തുടങ്ങിയിട്ട്? ഈ നാമം മൂലം രക്ഷപ്പെടാമെങ്കിൽ കൊന്ത ചൊല്ലി രക്ഷപ്പെടാൻ പാടില്ല. 53 പ്രാവശ്യം ചൊല്ലിയാൽ രക്ഷപ്പെടില്ലേ? എല്ലാ ദിവസവും 53 പ്രാവശ്യം ചൊല്ലിയാൽ കുറേ കൊന്ത ചൊല്ലുന്നവരുണ്ട്. ഇത് ശ്രദ്ധിച്ച് ചൊല്ലിയാൽ, യേശുവിനെയാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ച് ചൊല്ലിയാൽ, 100 പേർ ഒരുമിച്ച് ചൊല്ലിയാൽ